ഹായ്. നമ്മളുണ്ടല്ല ഇന്ന് നമ്മളെ നാട്ടിൽ തന്നെ മുല്ലക്കോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നോക്കിയാട്ടെ, നല്ല വയലിലായിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മൾ വന്നതുണ്ടല്ലോ, ഇതാടെ വന്ന കേട്ടാ. അത് നമ്മളെ നാട്ടിലെ ലാല അവിൽമില്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ അവില്, പിന്നെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, പിന്നെ പച്ചരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങല്ലേ. അത് ഈ ഭാഗത്ത് കൃഷി ചെയ്തതും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർ കൊണ്ടുവന്ന് കഴുകി പൊടിച്ചിട്ട് അങ്ങനെ നല്ല എന്താ പറയുക മായമില്ലാത്ത നല്ല മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ എന്താ ചോളം അല്ലേ, ചോളം, പിന്നെ അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഇടുന്നുണ്ട് കേട്ടാ. ഈ ജോവർ അങ്ങനെയല്ലേ, അങ്ങനെ കുറേ എന്താ പറയണ്ട ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് ലാല അവിൽമില്ല. പണ്ടേ വരുന്ന തന്നെ, പണ്ട് ചെറിയൊരു ഷോപ്പാണ്. ഇപ്പം നോക്കുമ്പോൾ ഇതൊരു വലിയൊരു സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല മിഷനിലിറക്കി അവർ പരിപാടി ജോറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാസത്തിൽ എന്തായാലും 1-2 പ്രാവശ്യം വരുമല്ലേ. മെയിനായിട്ട് ശ്രുതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള സാധനം നമ്മൾ ഇടുന്ന വാങ്ങലെന്ന് അറിയാവുക പുട്ടുപൊടി. പുട്ടുപൊടി എപ്പോൾ എളുപ്പത്തിലാക്കുക, കാരണം ഇവരിടുന്ന് പൊടിച്ച് നല്ല സെറ്റാക്കി ഞങ്ങൾക്ക് തരും. അതോ ഇതിൽ തവിടടക്കം ഉണ്ടാവും അല്ലേ? പുട്ടുപൊടി ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ പുട്ടുപൊടിക്ക് ഒരു ഗുണമുണ്ടെന്ന് അറിയുക, നമ്മൾ പുട്ട് ആക്കി ഒരു കഷ്ണം പുട്ട് തന്നെ കുടലറിയും അല്ലേ. പുട്ട് കറിയിൽ കുഴക്കാൻ മുടല്ല, ഒരു കഷ്ണം പൊടിച്ച് കറി കഴിയുമ്പോൾ ഇതിങ്ങനെ വണ്ണം വെച്ച് വരും അല്ലേ, കുറേ ആവില്ലേ. കുറേ ആയിട്ട് വരും. അത് എന്തെന്നാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇവരെന്തോ ഇത് പുഴുങ്ങിയിട്ട് അങ്ങനെ എന്താക്കുന്നതിൻ്റെ സംഗതി അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും നല്ല തവിടുള്ള പുട്ടുപൊടിയാണ്. സാധാരണ നമ്മളെ വെള്ള പുട്ടുപൊടിയാണ് ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ ഒപ്പം തവിട് മിക്സിങ് ഉണ്ടാവും. അപ്പോൾ തവിട് നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ല. ഈ വെറും അരി മാത്രം തിന്നാ വെച്ചാൽ അരി വെറും കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഷുഗറെല്ലാം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെറും ചോറും കറിയും 3 നേരം തിന്നുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനം തെളിയിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തവിടുള്ള നല്ല നാടൻ അരി, അതുപോലെ നല്ല പുട്ടുപൊടി, പിന്നെ ഇവിടുത്തെ ഗോതമ്പെല്ലാം നല്ല സ്വർണ്ണത്തിൻ്റെ കളറാണ്, നല്ല മഞ്ഞ കളറാണ്. ഗോതമ്പിനെ കൂടെ നമ്മൾ ദോശയിലാക്കലുണ്ടല്ലോ അല്ലേ, നല്ല സോഫ്റ്റ് ആണ് ഇവിടുത്തെ ഗോതമ്പ് പൊടിയെ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗോതമ്പ് പൊടിയാണോ. നമ്മൾ സാധാരണ റേഷൻ പൊടി തോന്നുന്ന എനിക്കൊന്ന് ലോ ക്വാളിറ്റി ആണോ സംശയമുണ്ട്. കാരണം ഇവരതായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്, അതിൻ്റെ കളറാണ് കേട്ടോ, ഭയങ്കര കളർ ആയിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു മഞ്ഞ കളറല്ലേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് നല്ല പൊടി കിട്ടുന്ന സ്ഥലമാണ് ഇത്. നമ്മളെ കമ്പിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്, അതുപോലെ 4-5 കിലോമീറ്ററാണ് ദൂരമുള്ള മുല്ലക്കൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ലാല അവിൽമില്ലുള്ളത്. അപ്പോൾ നമ്മളെ ഭാഗത്തുള്ളവരുണ്ടല്ലോ ഈ അരിപ്പൊടി മറ്റേ അങ്ങനെയുള്ള സാധനം വേണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്നാണ് പറയാനുള്ള. എന്തായാലും നമ്മൾ ഉപയോഗിച്ചെടുത്തോളം ബെസ്റ്റാണല്ലോ സതി. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഒരു വെളിച്ചെണ്ണ മില്ല്, അവിടെ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുക. അത് അവിടുത്തെ വെളിച്ചെണ്ണയ്ക്ക് വേറെ തന്നെ ഒരു മണമാണ്, നല്ല കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. കാരണം ആയപാട് ചൂടോടെ തരും അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽത്തി ഫുഡ് വാങ്ങുക, ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. പിന്നെ ആരോഗ്യം വരണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെയാണ് ആരോഗ്യം, അല്ലാണ്ട് മരുന്ന് കുടിച്ച് രോഗം മാറ്റില്ല. ഭക്ഷണം നല്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ മരുന്നിൻ്റെ ആവശ്യമില്ല, നമ്മളെ ഹെൽത്ത് എപ്പോൾ നല്ല പെർഫെക്റ്റ് ആവുന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ അല്ലേ സുധി. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.